ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കയും കൂടെ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ കുറച്ച് കാഷ്നട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് ഇതിലിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തക്കാളി കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാലയിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗിയുടെ മസാലയാണ്. അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചേർത്ത് കൊടുത്തെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ തീയിൽ കുറച്ച് സമയം കൂടെ നമുക്ക് നിന്നിടാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.